എന്നെ കാണാൻ ഒരു ക്ലയന്റ് വന്നിരുന്നു. അവർക്ക് ഡയബറ്റീസ് ആണെന്നാണ് പറഞ്ഞത്. വർഷങ്ങളായിട്ട് ഡയബറ്റീസ് ഉണ്ട്. എന്തെങ്കിലും സപ്ലിമെന്റ്സ് ഉണ്ടോ എന്ന് ചോദിക്കാനാണ് വന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾ സപ്ലിമെന്റ്സ് കഴിക്കുന്നതൊക്കെ ഓക്കെയാണ്, പക്ഷെ അതിന്റെ ഒപ്പം നിങ്ങൾ ഡയറ്റ് ഒന്ന് ഓൾട്ടർ ചെയ്യുക, പ്രോട്ടീൻ ഇൻടേക്ക് കൂട്ടാൻ പറഞ്ഞു. അപ്പൊ അവർ പറഞ്ഞു, ഡോക്ടർ ഒരു പ്രോട്ടീൻ പൗഡർ തന്നിട്ടുണ്ട്, ബ്രാൻഡ് ഞാൻ പറയുന്നില്ല, അത് മതി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ, അപ്പൊ നിങ്ങൾ അതിന്റെ ഒപ്പം തന്നെ കുറച്ച് സപ്ലിമെന്റ്സും കഴിക്കൂ എന്ന് പറഞ്ഞു വിട്ടു. അപ്പൊ അവർ പറഞ്ഞ ബ്രാൻഡ് അതിന്റെ ലേബൽ എടുത്ത് നോക്കിയപ്പോൾ ശരിക്കും ഞാൻ ഞെട്ടിപ്പോയി. ഏകദേശം 58.49 ഗ്രാം ആയിരുന്നു അതിന്റെ കാർബിന്റെ കണ്ടന്റ് പെർ 100 ഗ്രാം, ഇൻക്ലൂഡിംഗ് 12.09 ഗ്രാം ഷുഗർ, 11.7 ഗ്രാം ആഡഡ് ഷുഗർ. ഒരു ഷുഗർ പേഷ്യന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് അത്രയും ഹൈ കാർബ് കോൺസെൻട്രേഷനും അത്രയും ആഡഡ് ഷുഗറും ആ ബ്രാൻഡ് പറയുന്നതിന് ഓപ്പോസിറ്റ് ആണ്. ബ്രാൻഡ് പറയുന്നത് എന്താണ്? ബ്ലഡ് ഷുഗർ കൺട്രോൾ ചെയ്യുന്നതാണ്. അതിന് നേരെ ഓപ്പോസിറ്റുള്ള കാര്യങ്ങളാണ് ലേബലിലുള്ളത്. വേറൊരു ക്ലെയിം അവർക്ക് ചെയ്യാം, ഈ കാർബിന്റെ അകത്ത് റെസിസ്റ്റന്റ് മാൽറ്റോഡെക്സ്ട്രിൻ എന്ന് പറഞ്ഞ ഒരു ടൈപ്പ് ഓഫ് ഫൈബർ ഉണ്ട്. ആ ഫൈബർ ഹൈ ഗ്ലൂക്കോസ് സ്പൈക്കിനെ കൺട്രോൾ ചെയ്യും. പക്ഷേ ഈ ഒരു ആഡഡ് ഷുഗറും ഹൈ കാർബ് കണ്ടന്റും കൺസേണിംഗ് ആയിട്ടൊരു കാര്യം തന്നെയാണ്. അത് പ്രോട്ടീൻ പൗഡർ ആണെന്നാണല്ലോ പറയുന്നത്. അതിൽ പ്രോട്ടീൻ കണ്ടന്റ് എടുത്ത് നോക്കിയപ്പോൾ 20.1 ഗ്രാം മാത്രമേ ഉള്ളൂ പെർ 100 ഗ്രാമിൽ. പക്ഷേ അത് ഏത് ടൈപ്പ് പ്രോട്ടീൻ ആണെന്നും ഏത് സോഴ്സിൽ നിന്ന് വന്നതാണെന്നും പിന്നെ ഏതൊക്കെ അമിനോ ആസിഡ്സ് ഉണ്ടെന്നുള്ളതും ഒന്നും അതിൽ മെൻഷൻ ചെയ്തിട്ടില്ല. ഒരു ന്യൂട്രീഷൻ പ്രൊഡക്റ്റ് ആണെന്ന് പറയുമ്പോൾ ഈ ട്രാൻസ്പെറൻസി എന്ന് പറയുന്ന കാര്യമുണ്ട്. അത് പ്രോട്ടീന്റെ ക്വാളിറ്റിയും അതുപോലെ തന്നെ ടൈപ്പും അതൊക്കെ വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ശരിക്കും ഇതെല്ലാം ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയുടെ ഭാഗമാണ്, ഡയബറ്റീസ് ആയിട്ടുള്ള പേഷ്യൻസിനെ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ എനിക്ക് മനസ്സിലാവാത്തത് ഈ ഡോക്ടർ എന്തിനാണ് ഇതിനൊപ്പം കൂട്ട് നിൽക്കുന്നത് എന്നുള്ളതാണ്. ഇത് അറിഞ്ഞുകൊണ്ട് എന്തിനാണ് കൊടുക്കുന്നത്? ഡോക്ടർക്ക് വ്യക്തമായിട്ട് അറിയേണ്ടതാണ് ശരിക്കും ഇത് ബ്ലഡ് ഷുഗർ സ്പൈക്ക് ഉണ്ടാവും എന്നുള്ളത്. എന്തിനാണ് ഒരു ഷുഗർ പേഷ്യന്റ് എന്ന് കൊടുത്തതെന്നുള്ളത് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. നിങ്ങൾ പ്രോട്ടീൻ പൗഡർ ചൂസ് ചെയ്യുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന് ലോ കാർബ് ലോ ഷുഗർ കണ്ടന്റ് ആയിരിക്കണം. പിന്നെ ലേബൽ ചെക്ക് ചെയ്യുക, ഹൈ പ്രോട്ടീൻ ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. അതിന് സപ്പോർട്ട് ചെയ്യുന്ന ക്ലിനിക്കൽ എവിഡൻസസും ഉണ്ടോ